നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണവും തലവേദനയൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞത് കാരണമല്ല, അതിന് പകരം നിങ്ങൾ കഴിച്ച വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടിയിട്ടാണെങ്കിലോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ വീഡിയോയിൽ വൈറ്റമിൻ ഡിൻ്റെ ഓവർ ഡോസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഓവർ ഡോസ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വൈറ്റമിൻ ഡി ഓവർ ഡോസ് ഉണ്ടായാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ്. നമ്മളുടെ തന്നെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇതിന് പുറമെ ഡയറ്ററി സപ്ലിമെന്റ്സിന്റെ രൂപത്തിലും അധികം ആൾക്കാരും വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്. ചില തരത്തിലുള്ള ഭക്ഷണത്തിൽ പോലും വൈറ്റമിൻ ഡി ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിന് നമ്മളുടെ ബോഡിയിൽ വലിയൊരു റോളാണുള്ളത്. ബോൺസിനും ജോയിൻസിനും നമ്മളുടെ ബോഡീൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. പലതരത്തിലുള്ള വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ടും ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ടും അധികം ആൾക്കാരും വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരു പ്രശ്നമല്ല. പക്ഷേ അധികം ആൾക്കാരും വൈറ്റമിൻ ഡി വാങ്ങിച്ച് കഴിക്കുന്നത് കൂടുതലായത് കാരണം വൈറ്റമിൻ ഡിൻ്റെ ഓവർ ഡോസ് കോമൺ ആണ്. ഇതിനെ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി എന്നാണ് പറയാറ്. ഇങ്ങനെ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസിന് പല കാരണങ്ങളുണ്ട്. അധികം ആൾക്കാർക്കും ആക്സിഡൻ്റലി അറിയാതെയാണ് കൂടുതൽ വൈറ്റമിൻ ഡി കഴിക്കുന്നതും ഓവർഡോസ് ഉണ്ടാകുന്നതും. മറ്റു ചിലർ വൈറ്റമിൻ ഡിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം കഴിക്കുന്നതാണ്. ഡോക്ടർമാർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള എറർ കാരണവും വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 മാസത്തിന് ശേഷം വൈറ്റമിൻ ഡിൻ്റെ ബ്ലഡിലുള്ള ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. പക്ഷേ വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് വളരെ കോസ്റ്റ്ലിയാണ്. 1000 റുപ്പീസും അതിൻ്റെ മുകളിലേക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ, അതായത് വൈറ്റമിൻ ഡി കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം മാത്രമേ അധികം ആൾക്കാരും വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ വീണ്ടും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കൃത്യമായി ടെസ്റ്റ് ചെയ്യാതെ വൈറ്റമിൻ ഡി സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസ് കാണാറുണ്ട്. സാധാരണ രീതിയിൽ വൈറ്റമിൻ ഡിൻ്റെ ലെവൽ കൂടുതൽ ആവശ്യമുള്ള ചില തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഓസ്റ്റിയോപോറോസിസ്, സോറിയാസിസ്, ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസിൽ, സീലിയാക് ഡിസീസസിൽ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടുതൽ ആവശ്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ വൈറ്റമിൻ ഡി കഴിക്കുന്നത് ഓവർഡോസ് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ടെസ്റ്റും കൂടി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാതെ വെറും വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓവർഡോസ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസിൻ്റെ കാരണങ്ങൾ ഇവിടെയും തീരുന്നില്ല. ചില കമ്പനികൾ അവർ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡിൻ്റെ പ്രിപ്പറേഷൻസിൽ പോലും വൈറ്റമിൻ ഡിൻ്റെ അളവ് ആവശ്യത്തിലും കൂടുതൽ ഇടാറുണ്ട്. 2015 US ഒരു കമ്പനീനെ FDA റീകോൾ ചെയ്തിരുന്നു. കാരണം അതിലുള്ള വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടുതലായിരുന്നു. 2016 ഇതേപോലത്തെ ഒരു സംഭവം യൂറോപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിൻ്റെ അളവിൻ്റെ 75 ഇരട്ടിയായിരുന്നു ആ സിറപ്പിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തിരിച്ചു വിളിക്കുകയുണ്ടായി. യൂറോപ്പിൽ ഈ സപ്ലിമെൻ്റ് കഴിച്ച 20 കുട്ടികൾക്കും ടോക്സിസിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കുറവ് തന്നെയാണ്. പക്ഷേ ചില തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ചും പാല്, അതിലൊക്കെ വൈറ്റമിൻ ഡി എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. ഇതിനെ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഓൾറെഡി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ ഇത്തരത്തിലുള്ള ഫോർട്ടിഫൈഡ് ഭക്ഷണം കൂടി കഴിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിലും വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടി വരും. ഇത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് കുറേ കാലം ബോഡിയിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവില്ല. ഇനി വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസ് അധികം കണ്ടുവരുന്നത് കുട്ടികൾക്കാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അത് സിറപ്പാവാം, ചിലപ്പോൾ മൾട്ടി വിറ്റാമിൻ്റെ കൂടെ ആയിരിക്കാം അവർക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. മുതിർന്നവർക്ക് വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസ് ഒക്കെ കണ്ടുവരുന്നത് ആഴ്ചയിൽ കഴിക്കുന്ന വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഉണ്ട്, 60,000 യൂണിറ്റ്സിൻ്റെ. ഇത് ചിലപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുള്ളത് 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ചയിൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് നിർത്താതെ കഴിക്കുന്നവർക്കാണ്. ഇനി വൈറ്റമിൻ ഡി ഓവർഡോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് പറയാം. സാധാരണ രീതിയിൽ വൈറ്റമിൻ ഡി കൂടുന്നതിനനുസരിച്ച് രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് മെല്ലെ കൂടി വരും. ഇതിനെയാണ് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസിലും ടോക്സിസിറ്റിയിലും കാണുന്ന ഒട്ടുമിക്ക എല്ലാ ലക്ഷണങ്ങളും ഹൈപ്പർ കാൽസീമിയൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തളർച്ചയാണ്, ക്ഷീണം പോലെ ഉണ്ടാവാം. ചിലർക്ക് ബോൺ പെയിൻ ഉണ്ടാവാം. അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലും വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും ബോൺ പെയിൻ വരാം. എനോറക്സിയ ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റമാണ്. എനോറക്സിയ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ. നിങ്ങൾ വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തിട്ടില്ല, വൈറ്റമിൻ ഡി ഓവർഡോസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇവിടെ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് കണ്ടുവരാറ്. കൺഫ്യൂഷൻ ഉണ്ടാവാം, ചിന്താശക്തിനെ ബാധിക്കാം, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാം, ചില സമയത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. അപസ്മാരം പോലെയല്ല, ചില റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കോമയിലേക്ക് പോവാം. വൈറ്റമിൻ ഡി ഓവർഡോസിൻ്റെ തുടക്കത്തിൽ ചിലർക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ഉണ്ടാവാം. അതിൽ വയറുവേദന വരുന്നുണ്ട്, നോസിയ, അതായത് വിമിഷ്ടം, ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ സെൻസേഷൻ ഉണ്ടാവാം,
വൊമിറ്റിംഗ് ഉണ്ടാവാം, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെ വരാം, പെപ്റ്റിക് അൾസർ ഡിസീസ് വരാം, പാൻക്രിയാറ്റൈറ്റിസ് വരാം, അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇനി മറ്റു ചിലർക്ക് റീനൽ സിംറ്റംസ്, അതായത് കിഡ്നീനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിലൊന്ന് പോളിയൂറിയാണ്, യൂറിൻ്റെ ഔട്ട്പുട്ട് കൂടി വരാം, ദാഹം കൂടാം, കൂടുതൽ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം, യൂറിനിൽ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാം, കിഡ്നിയിൽ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടാവാം. കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിംറ്റംസും അനുഭവപ്പെടാം. ഇനി രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കൂടി വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളം പോലും തെറ്റാം. ഇതിനെ എറിത്മിയാസ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഓവർഡോസ് ആയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ബ്ലഡ് ടെസ്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ആദ്യം നേരിട്ടൊരു ഡോക്ടറെ കാണിക്കണം. ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാനുണ്ട്. അബ്ഡോമിനൽ ടെൻഡനസ്, അതായത് വയറുവേദന വരുന്നുണ്ടോ, പലതരത്തിലുള്ള സൈൻസ് ഉണ്ടോ എന്ന് ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് നോക്കും. ഇനി ബ്ലഡ് ടെസ്റ്റിലേക്ക് വരുമ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകൾ, ഒന്ന് സിറം കാൽഷ്യമാണ്, അതായത് രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് നോക്കണം. സാധാരണ രീതിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയിട്ടാണ് കാണാറ്. 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലും കൂടുതൽ കാണാറുണ്ട്. നോർമൽ ലെവലിനേക്കാളും കൂടുതലായിരിക്കും കാൽഷ്യം എപ്പോഴും ഉണ്ടാവുക. ഇനി രക്തത്തിൽ തന്നെ അയണൈസ്ഡ് കാൽഷ്യത്തിൻ്റെ അളവിലും ഫോസ്ഫേറ്റിൻ്റെ അളവിലും പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവിലൊക്കെ വ്യത്യാസം കാണാം. ഇനി വൈറ്റമിൻ ഡിൻ്റെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് 150 നാനോഗ്രാം പെർ ml മുകളിൽ കാണാം. ഇനി 125 ഡൈഹൈഡ്രോക്സി വൈറ്റമിൻ ഡിൻ്റെ അളവ് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം, ചിലപ്പോൾ അതും കൂടുതൽ കാണാം. ECGയിലും ചേഞ്ചസ് കാണാറുണ്ട്. ECGയിലുള്ള QT ഇൻ്റർവെൽ അത് ചെറുതാവുന്നത് കാണാം, ഷോർട്ടൻഡ് ആവാം. ഇനി വൈറ്റമിൻ ഡിൻ്റെ ഓവർഡോസിലുള്ള ചികിത്സയും കൂടി പറയാം. സാധാരണ രീതിയിൽ അതിൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാറ്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നിർത്തണം. കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രക്തത്തിൽ കൂടി നിൽക്കുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാനാണ്. നോർമൽ അളവിലേക്ക് എത്തിക്കണം. അപ്പോൾ ബെഡ് റെസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ബെഡ് റെസ്റ്റ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. കാരണം കൂടുതൽ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരീരം ഇളകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരീരം മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കൂടി പോവാം. ഓൾറെഡി വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉള്ളവർക്ക് വീണ്ടും ഹൈപ്പർ കാൽസ്യമia വരാൻ പാടില്ല. രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചിലപ്പം അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ബിസ്ഫോസ്ഫോനേറ്റ്സും കാൽസിറ്റോണിനും ചിലപ്പോൾ ഇൻട്രാവിനസ്ലി ഉപയോഗിക്കുന്ന സെലൈൻ പോലും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. കിഡ്നിയിൽ സ്റ്റോൺ ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ചില റയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. പേഷ്യൻസ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരും. വീണ്ടും കാൽഷ്യത്തിൻ്റെ അളവ് കൂടി പോകാതിരിക്കാനും അവർ ഓൾറെഡി മറ്റു തരത്തിലുള്ള വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടി വരും. അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കുറേ കാലമായി കഴിക്കുന്നെങ്കിൽ നിങ്ങളും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ മെൻഷൻ ചെയ്ത തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഡോക്ടറെ കാണിക്കുക. ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് അതെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വിഷയത്തിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കാതെ തന്നെ വൈറ്റമിൻ ഡി നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കൃത്യമായിട്ടുള്ള സൺ എക്സ്പോഷർ വേണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.